ഹായ് എവരി വൺ. എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 5 ഹെഡ് നമ്മൾ കവർ ചെയ്തു. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സൊക്കെ. ഇനി നമുക്ക് ടോട്ടൽ ഇൻകത്തിലേക്ക് പോകുന്നതിന് മുന്നേ 2-3 ചെറിയ കാര്യങ്ങൾ കൂടിയും പഠിക്കേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ക്ലബിങ്, അതുപോലെ അഗ്രിഗേഷൻ, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ഇങ്ങനെ 2-3 ടോപ്പിക്സ് അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ടോട്ടൽ ഇൻകത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സമയം കഴിയുന്നില്ല, നേരിട്ട് നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോകാം. ക്ലബിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിയറി പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് സംഭവം. നോക്കൂ, ഇതൊരു ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ നമുക്കറിയാം 5 ഹെഡ്. ഈ ഹെഡ് എന്നൊക്കെ ഇയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഇത് മുഴുവൻ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, ഡിഡക്ഷൻസ് എന്നാണ് അതിനെ വിളിക്കുക, നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ്, 5 ഹെഡ്. പക്ഷേ ഈ 5 ഹെഡിൽ നിന്നല്ലാത്ത ചില ഇൻകം ഇയാളിലേക്ക് വരാം. ഉദാഹരണത്തിന് സ്പൗസിൻ്റെ ഇൻകം ചിലപ്പം ഇയാളിലേക്ക് വരും. സ്പൗസ് എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി എന്നർത്ഥം. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ്, ഇപ്പോൾ ആണാണെങ്കിൽ എന്താണ്, ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഇത്രേ ഉള്ളൂ സ്പൗസ് എന്നതിൻ്റെ മീനിങ്, ജീവിത പങ്കാളി എന്നർത്ഥം. ഓക്കെ, അതുപോലെ മകൻ്റെ ഭാര്യ, അവരുടെ ഇൻകം ചിലപ്പം ഇവരിലേക്ക് വരാം. ഇനി ഇദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തിയാകാത്തൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിന് എന്ത് ചെയ്യാം, ഈ ഒരു വ്യക്തിയിലേക്ക് ചിലപ്പോൾ എന്താണ് കൂട്ടിച്ചേർക്കും. ഇങ്ങനെ എന്താണ്, നമ്മുടെ ഇൻകത്തിന് പുറമെ മറ്റുള്ളവരുടെ ഇൻകം കൂടി നമ്മളിലേക്ക് കൂട്ടുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലബിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ക്ലബിങ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കതിൻ്റെ തിയറി ഭാഗങ്ങളിലേക്കൊന്ന് പോകാം. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ക്ലബ്ബ് ചെയ്യുക എന്നതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ക്ലബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്ലബിങ് ഓഫ് ഇൻകം. ഇപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് ആണ്. നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വാട്ട് ഈസ് ക്ലബിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചിട്ട് ഒന്ന് നോക്കാം. ദർ ഇസ് എ ഗ്രോയിങ് ടെൻഡൻസി among people to avoid the payment of tax by shifting their income or property in the name of some other person. ഒരു അല്ലാത്തൊരു പ്രവണത ഉണ്ട്. എന്താണ്, മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ വരുമാനം എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു അവോയ്ഡ് ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, to discourage and check such activities, special provision relating to clubbing of income have been made in section 60 to 65 of income tax. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ നടപടിയല്ല. നമ്മൾക്ക് ഉള്ള നമ്മളെന്ത് ചെയ്യാണ്, മനഃപൂർവ്വം വേറൊരാളുടെ ആളിലേക്ക് എന്താണ് മാറ്റാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് തടയാൻ വേണ്ടിയിട്ട് സെക്ഷൻ 60 to 65 എന്തുണ്ട്, ഇത് ക്ലബിങ്ങിൻ്റെ കുറച്ച് പ്രൊവിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ ദിസ് സെക്ഷൻ ആൻ അസസി മേ ബി held liable not only in respect of his income but also the income of another person. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ ഇൻകത്തിന് മാത്രം, അല്ലെങ്കിൽ അസസിയുടെ ഇൻകത്തിന് മാത്രമല്ല, മറ്റൊരാളുടെ ഇൻകത്തിനും അസസി എന്ത് ചെയ്യാം, ലയബിൾ ആവാം, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സച്ച് പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂഡിങ് ദി ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻകം ടു ദി ഇൻകം ഓഫ് ദി അസസി ഈസ് കാൾഡ് ക്ലബിങ് ഓഫ് ഇൻകം. ഈ ഒരു പ്രാക്ടീസിനെയാണ്, മറ്റൊരാളുടെ ഇൻകം നമ്മളിലേക്ക് എന്താണ് കൂട്ടിച്ചേർക്കുന്ന ഈ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ ക്ലബിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതെല്ലാം സാഹചര്യത്തിലാണ് നമുക്ക് ക്ലബിങ് എന്ന് പറയുന്നത് വരുന്നതെന്നാണ്, ഡിഫറെൻറ്റ് കേസസ്. അപ്പോൾ പ്രധാനമായിട്ടൊരു 8-9 കേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് വായിച്ച് പോവാം. ഈ തിയറി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് മാത്രം എഴുതിയിട്ടാൽ മതി. പക്ഷെ അതെന്താണെന്നുള്ളത് നമുക്കെന്താണ് ഒരു പിക്ചറൈസ് ആയിട്ട് നമുക്കിങ്ങനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ഒന്ന്
transfer of income without transfer of asset, income arising from revocable transfer of asset, income arising to spouse by way of remuneration from a concern in which the individual has substantial interest, income arising to spouse from asset transferred without adequate consideration. Not apply in case of house property. ഞാനിങ്ങനെ വായിച്ചു പോവാണ്, നമുക്ക് വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്. ഇൻകം അറൈസിങ് ടു സൺസ് വൈഫ് ഫ്രം ആൻ അസറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ, ഇൻകം അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ് ഓർ സൺസ് വൈഫ് മൈനസ് ഇൻകം ഇൻക്ലൂഡിംഗ് മൈനർ മാരീഡ് ഡോട്ടർ, ക്രോസ് ട്രാൻസ്ഫർ, കൺവേർഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇൻ ടു ദി പ്രോപ്പർട്ടി ഓഫ് എച്ച് എഫ് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസ് എന്ന് പറയുന്നത്. എക്സാമിന് വരികയാണെങ്കിൽ ഇത് ഇതുപോലെ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിലേക്ക് പോവാം. സോ കേസ് 1 നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇതാണ്, ഇത് എക്സ് എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. 2 കൊമ്പൊക്കെ വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാര്യമൊക്കെ കണ്ടിട്ടോ. ഒരു ഇൻഡിവിജ്വലാണ്. ഇയാൾക്ക് ഒരു അസറ്റ് ഉണ്ട്, സപ്പോസ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഇയാൾക്ക് എന്തുണ്ട്, ഇൻകം കിട്ടുന്നു, വരുമാനമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം അതെന്ത് ചെയ്തിട്ടുണ്ടാവും, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, റെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമാനം കിട്ടുന്നുണ്ട്. എനിവേ ആ റെൻറ്റ് വൈ എന്ന് പറയുന്ന മറ്റൊരു ഇൻഡിവിജ്വലിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴും അസറ്റ് ആരുടെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ എക്സിൻ്റെ കയ്യിൽ തന്നെയാണ്. അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം. ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നു, കണ്ടില്ലേ, വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ സാധാരണഗതിയിൽ അത് ട്രാൻസ്ഫററായ എക്സിനാണ് ബാധ്യത വരിക. അപ്പോൾ ഈ ഇൻകം ആരിലേക്ക് ക്ലബ് ചെയ്യും, ഈ വൈക്ക് കിട്ടിയിട്ടുള്ള ഇൻകം ആരിലേക്ക് ക്ലബ് ചെയ്യും, എക്സിൻ്റെയിലേക്ക് ക്ലബ് ചെയ്യും. ഓക്കെ, ദെൻ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് ഈ വേർഡൊന്ന് പഠിച്ചിട്ടാൽ മതി. എക്സ് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു അസറ്റ് ഉണ്ട്. ഈ അസറ്റ് യാതൊരു പ്രതിഫലവും കൂടാതെ വൈക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ഈ അസറ്റ് കിടക്കുന്നത് വൈൻ്റെ കയ്യിലാണ്. ഈ അസറ്റിൽ നിന്നും ഇൻകം ഉത്ഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻകത്തിന് ആര് ടാക്സ് അടയ്ക്കേണ്ടി വരും, നമ്മൾ എക്സ് ടാക്സ് അടയ്ക്കണം. കാരണം എന്താണ്, ഇത് യാതൊരു പ്രതിഫലം കൂടാതെയാണ് നമ്മൾ കൈമാറുന്നത്. ഇനി എന്താണ് റിവോക്കബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു അസറ്റ് ഇപ്പോൾ വൈൻ്റെ കയ്യിലാണല്ലോ ഈ അസറ്റ് കിടക്കുന്നത്. ഈ അസറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ച് പിടിക്കാനുള്ള അവകാശം ആരിലാണ്, എക്സിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ റിവോക്കബിൾ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതും ആർക്കാണ്, ട്രാൻസ്ഫറർക്ക് തന്നെയാണ് ടാക്സ് വരിക. അപ്പോൾ ഈ കേസിൽ എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫററാണ്, വൈ എന്ന് പറയുന്നത് ട്രാൻസ്ഫറി. ഓക്കെ, ട്രാൻസ്ഫറി. Then case 3, income arising to spouse by way of remuneration from a concern in which the individual has substantial interest. ഇത് പറയുന്നത്രേ ഉള്ളൂ. ഇതൊരു കമ്പനിയാണ്, എ കമ്പനി. ആ കമ്പനിയിൽ എന്താണ്, നമ്മളെ എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 20% വോട്ടിംഗ് പവർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനിയിലാണ് മിസ്റ്റർ എക്സിൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത്, മിസ്സിസ് എക്സ്. അപ്പോൾ മിസ്സിസ് എക്സയുടെ ഒരു വലിയ പോസ്റ്റിലാണ് നിൽക്കുന്നത്, MD ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ MD ആണ്, മാനേജിങ് ഡയറക്ടർ. അപ്പോൾ നല്ലൊരു റെമ്യൂണറേഷനൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിസ്സിസ് എക്സ് ഉണ്ടല്ലോ, നമ്മളെ വൈഫ്, ഇതിന് പ്രത്യേകിച്ച് MD ആയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടൊന്നുമല്ല. അത് നമ്മളെ മിസ്റ്റർ എക്സിൻ്റെ വൈഫാണെന്നുള്ള ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മിസ്സിസ് എക്സ് അവരുടെ കിട്ടുന്ന റെമ്യൂണറേഷന് ആരിലേക്ക് ക്ലബ് ചെയ്യും, മിസ്റ്റർ എക്സിലേക്ക് ക്ലബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിസ്സിസ് എക്സ് നമ്മുടെ വൈഫ് എന്ത് ചെയ്യാണ്, അവർക്ക് അത്യാവശ്യത്തിന് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലബിങ്ങിൻ്റെ ഒരാവശ്യം അവിടെ വരുന്നില്ല. ഇങ്ങനെ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഭർത്താവിൻ്റെലേക്ക് ക്ലബ്ബ് ചെയ്യുന്നത്.
ഓക്കെ. സോ ഇൻകം അറൈസിങ് ടു സ്പൗസിന് എന്തെങ്കിലും ഇൻകം ഉദ്ഭവിക്കുകയാണ് ബൈ വേ ഓഫ് റെമ്യൂണറേഷനായിട്ട്. എവിടുന്ന്? ഫ്രം എ കൺസേൺ, ഒരു സ്ഥാപനത്തിൽ നിന്ന്. ഇൻ വിച്ച് ദി ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്, അവിടെ ഇൻഡിവിജ്വലിന് എന്താണ് 20% വോട്ടിംഗ് പവർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. വൈഫിന് എന്തില്ലാൻ പാടില്ല? മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലബിങ്ങിൻ്റെ ആവശ്യം വരില്ല. മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഈ ഇൻഡിവിജ്വലിൽ തന്നെ ക്ലബ് ചെയ്യും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 കമ്പനി ഉണ്ട്, ഒരു AB കമ്പനിയും ഒരു XY കമ്പനിയും. ഇപ്പോൾ AB കമ്പനിയിൽ മിസ്റ്റർ എ ഉണ്ട്, XY കമ്പനിയിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സിസ് എ ഉണ്ട്. ഓക്കെ. രണ്ട് കമ്പനി കേട്ടോ. ഇപ്പോൾ മിസ്റ്റർ എക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ കമ്പനിയിൽ. ഇദ്ദേഹം ക്വാളിഫിക്കേഷനൊന്നുമില്ല, എന്നാലും അവിടെ ഒരു പോസ്റ്റിൽ നിന്നാണ് റെമ്യൂണറേഷൻ കിട്ടുന്നത്. ഇതേപോലെ തന്നെ സ്ഥിതി ഇവിടെ മിസ്സിസ് എ, ഇവർക്ക് എന്തുണ്ട്? ഈ ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, റെമ്യൂണറേഷൻ മേടിക്കുന്നുണ്ട് ഒരു പോസ്റ്റിൽ ഇരുന്നാണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ആരിലേക്ക് ക്ലബ് ചെയ്യുന്ന? രണ്ടാളും ഒരേപോലെയാണല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ ഈ റെമ്യൂണറേഷൻ ഒഴിവാക്കിയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്കാണ് ക്ലബ് ചെയ്യും. ഓക്കെ. ദെൻ ഫോർത്ത്, ഇൻകം അറൈസിങ് ടു സ്പൗസ് ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ. ഒന്നുമില്ല, ഇത് ഹസ്ബൻഡാണ്, അദ്ദേഹത്തിന് അസറ്റ് ഉണ്ട്. ഈ അസറ്റ് എന്താണ്? ഇദ്ദേഹം നമ്മൾ സ്നേഹപൂർവ്വം കൈമാറുകയാണ്, നമ്മളെ വൈഫിന് കൈമാറുകയാണ്. പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും വാങ്ങിക്കാതെയാണ് കൈമാറുന്നത്. അതാണ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അസറ്റിൽ നിന്ന് ഇൻകം ഉത്ഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് ആർക്ക് വരുന്നു? ഇത് ഹസ്ബൻഡിൽ ക്ലബ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഇൻകം അറൈസിങ് ടു സ്പൗസിന് ഇൻകം ഉത്ഭവിക്കുന്നു ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഈ അസറ്റിൽ നിന്ന് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ, യാതൊരു കൺസിഡറേഷൻ കൂടാതെ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൽ നിന്നും ഇൻകം ഉത്ഭവിച്ചു. ഓക്കെ. 5, ഇൻകം അറൈസിങ് ടു സൺസ് വൈഫ് ഫ്രം ആൻ അസറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ. ഇതേപോലെ തന്നെയാണ് ഫാദർ എന്ത് ചെയ്യാണ്? ഫാദറിൻ്റെ കയ്യിലൊരു അസറ്റ് ഉണ്ട്, ഈ അസറ്റ് മകൻ്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിൽ നിന്ന് ഇൻകം ഉണ്ടാവുന്നു വിത്തൗട്ട് കൺസിഡറേഷൻ. അതൊക്കെ കേട്ടോ, ആ ഇൻകത്തിന് ആരിലേക്ക് ക്ലബ് ചെയ്യും? ഫാദറിലേക്ക് ക്ലബ് ചെയ്യും, ട്രാൻസ്ഫറിലേക്ക് ക്ലബ് ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ട, അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇത് ഇൻഡിവിജ്വലായിരിക്കണം, ഇത് സ്ഥാപനമായിരിക്കും, ഇത് ഇൻഡിവിജ്വലായിരിക്കണം. അതുപോലെ തന്നെ ആഫ്റ്റർ May 31, 1973 ശേഷം ആയിരിക്കണം. അതിന് മുന്നേ ആണെങ്കിൽ ക്ലബ് ചെയ്യൂല. പിന്നെ വിത്തൗട്ട് എനി കൺസിഡറേഷൻ, പണമൊന്നും കൂടാതെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പണത്തിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ വരില്ല. ഓക്കെ. അപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലബ്ബ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ക്ലബ്ബ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. 6ാമത്തെ ഈസ് ഇൻകം അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ് ഓർ സൺസ് വൈഫ്. നമ്മുടെ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ മകൻ്റെ വൈഫിനോ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫാദറിന് ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് AB കമ്പനി എന്ന് പറയുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അത് കൈമാറുന്നു. അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഒരു ഇൻകം ഉണ്ടാകുന്നു. ഓക്കെ. ഇതൊക്കെ വിത്തൗട്ട് കൺസിഡറേഷനാണ് ഇതൊക്കെ കൈമാറുന്നത്. ഓക്കെ. ഈ ഇൻകം, അപ്പോൾ ഈ സ്ഥാപനം എന്ത് ചെയ്യാണ്? ഈ ഇൻകം എന്താണ്? സ്പൗസിനോ സൺസ് വൈഫിന് അല്ലെങ്കിൽ ഫാദറിൻ്റെ, അതാണ് സൺസ് വൈഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇയാളുടെ മകൻ്റെ വൈഫ് ഇങ്ങനെ കൈമാറുകയാണെങ്കിൽ അത് ഇവരുടെ ഈ ഇൻകമൊക്കെ എന്താണ്? ഇതൊക്കെ ആരിലേക്ക് ക്ലബ് ചെയ്യും? ഫാദറിലേക്ക് തന്നെ ക്ലബ് ചെയ്യും. ഓക്കെ. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഇവിടെയും അപ്ലൈ ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ കേസാണ്. ഈ കണ്ടീഷനൊക്കെ ബാധകമാണെങ്കിൽ മാത്രമേ ക്ലബ് ചെയ്യുള്ളൂ. ഇതൊരു എന്തായിരിക്കണം? ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ഇൻഡിവിജ്വലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഡേറ്റ് നോക്കണം. ദെൻ അതുപോലെ തന്നെ വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം. ഓക്കെ. 7ാമത്തെ മൈനേഴ്സ് ഇൻകം ഇൻക്ലൂഡിങ് മൈനർ മാരീഡ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ട്. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ആണോ പെണ്ണോ,
ആരും നമുക്കത് മൈനർ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ എത്ര ഉള്ളൂ, ഫാദർ മദർ അവരുടെ മകൻ ഒരു മൈനർ ചൈൽഡ് ഉണ്ട്, ആൺ പെൺ ഏതും ആവട്ടോ. ഈ മൈനർ ചൈൽഡിന് ഇൻകം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ആർക്ക് വരും, പാരൻസിലേക്ക് വരും. ശ്രദ്ധിക്കണം, ആർക്ക് വരും, ഇവിടെ രണ്ടാളുണ്ടല്ലോ, ഫാദർ മദർ. ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്, ഒരാളേക്കാണ് ക്ലബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ വേറെ സംശയമൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കണം, ഇതിന് കുറച്ച് എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ ഈ മൈനർ ഒരു ഡിസേബിൾഡ് പേഴ്സണാണ്, മൈനർ ആണെങ്കിൽ. അതായത് എന്തെങ്കിലും എന്താണ് പരിമിതികളില്ല, അംഗവൈകല്യം അങ്ങനെയൊക്കെ പലതും ആവാം. ഓക്കെ, അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള മൈനർ ആണെങ്കിൽ ക്ലബ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ മൈനറുടെ സ്വന്തം കഴിവ് കൊണ്ടാണ്, സ്കില്ല് നോളജ് എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള വരുമാനമാണെങ്കിൽ അതും ക്ലബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് മൈനർ എന്താണ്, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ. ഇപ്പോൾ നമ്മളെ ടി വിയിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ സ്റ്റാർ സിംഗറൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള ഓരോ കോമ്പറ്റീഷനൊക്കെ. അപ്പോൾ അങ്ങനത്തെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ട് എന്താണ്, ഇയാൾക്ക് ഒരു 10 ലക്ഷം 20 ലക്ഷമൊക്കെ എന്താണ് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള കഴിവുകൊണ്ട് നേടിയിട്ടുള്ളതാണ് ആ വരുമാനം. അതൊരിക്കലും ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ മൈനർ സൈഡിലേക്ക് തന്നെയാണ് ടാക്സിൻ്റെ പരിധിയിലേക്ക് വരിക. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മൈനർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മൈനർ ഒരു മാരീഡ് ആയിട്ടുള്ളത് ആണെങ്കിൽ കൂടി അതെന്താണ്, അതൊക്കെ നമ്മുടെ ഈ ഒരു പാരൻസിലേക്കാണ് ക്ലബ്ബ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഇൻക്ലൂഡിങ് മൈനർ മാരീഡ് ഡോട്ടർ എന്ന് പറയുന്നത്. മൈനർ ആയിട്ടുണ്ടെങ്കിൽ മാരീഡ് എന്ന് പറയുന്നത് നിയമ തടസ്സമുണ്ട്, അതടക്കട്ടെ. പക്ഷേ ഈ ടാക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെയാണ് അതിൻ്റെ റൂള് വരിക. ഓക്കെ, ഇനി 8ാമത്തെ ക്രോസ് ട്രാൻസ്ഫർ. ആ പേരിൽ തന്നെ ഉണ്ട് ക്രോസ് ട്രാൻസ്ഫർ അല്ലേ, ക്രോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എയും ബിയും സഹോദരങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ വൈഫ്, ഇത് ബീൻ്റെ വൈഫ്. എ എന്ത് ചെയ്യുന്നു, ബി മിസ്സിസ് ബിക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. മിസ്റ്റർ ബി എന്തെന്നു, മിസ്സിസ് എക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ക്രോസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മളെന്താണ് ട്രാൻസ്ഫർ, ക്രോസ് ട്രാൻസ്ഫറൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ എന്താണ്, ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി അയാളിലേക്ക് ക്ലബ് ചെയ്യും. അപ്പോൾ ഇതാണ് ക്രോസ് ട്രാൻസ്ഫർ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇട്ട്. ഓക്കെ, അത്രമാത്രം. then 9ാമത്തെ ഒരു കേസ്, കൺവേർഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി into the property of HUF without adequate consideration. ഇപ്പോൾ ഇതൊരു വ്യക്തി, ഈ വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടി, ഒരു അസറ്റ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ഒരു HUFലെ മെമ്പറൊക്കെ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ഇദ്ദേഹം എന്താണ്, ഒരു കൺസിഡറേഷൻ കൂടാതെ ഈ പ്രോപ്പർട്ടി HUFലേക്ക് കൈമാറുകയാണ്. കൈമാറി കഴിഞ്ഞതിന് ശേഷം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിന് ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഈ ഇൻഡിവിജ്വലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതായത് അയാളിലേക്ക് ക്ലബ് ചെയ്യും. ഇതാണ് കൺവേർഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇൻ ടു ദി പ്രോപ്പർട്ടി ഓഫ് HUF വിത്തൗട്ട് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസസ് ആണ്. ഇനി നമുക്ക് ക്ലബിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി നോക്കാം. ഒന്ന്, ഇൻകം ഫ്രം സാലറി ഓർ പ്രൊഫഷൻ ഓർ പേഴ്സണൽ സ്കിൽ ഓർ ടാലൻറ്റ് ഈസ് നോട്ട് ക്ലബ്ഡ്. ക്ലബ്ബ് ചെയ്യാൻ പാടില്ലാത്ത ഇൻകമാണ്. സാലറി ക്ലബ്ബ് ചെയ്യില്ല, പ്രൊഫഷൻ പേഴ്സണൽ സ്കില്ല് കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലബ്ബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ ഇൻകം ഓഫ് എ മേജർ വൺ ഷാൾ നോട്ട് ബി ക്ലബ്ഡ്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇൻകം ഒരിക്കലും മറ്റൊരാളിലേക്ക് ക്ലബ്ബ് ചെയ്യില്ല. ഇൻകം ഓഫ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മൈനർ ഈസ് നോട്ട് ക്ലബ്ഡ്. മൈനറുടെ ഇൻകം സാധാരണ ക്ലബ്ബ് ചെയ്യും, പക്ഷേ മൈനർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ക്ലബ്ബ് ചെയ്യില്ല. ഇൻകം ഓഫ് മൈനർ ഈസ് ക്ലബ്ഡ് വിത്ത് ദി പാരൻറ്റ് ഹാവിങ് ഗ്രേറ്റർ ഇൻകം. മൈനറുടെ ഇൻകം പാരൻറ്റിലേക്ക് ക്ലബ്ബ് ചെയ്യുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പാരൻറ്റ് അവരിലേക്കാണ് ക്ലബ്ബ് ചെയ്യുക. വെൻ ദി മൈനർ ഇൻകം ഈസ് ക്ലബ്ഡ്, പാരൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ആൻ എക്സംഷൻ ഓഫ് ₹1500 ഓർ ആക്ച്വൽ ഇൻകം ഓഫ് ദി മൈനർ വിച്ച് എവർ ഈസ് ലെസ്. അങ്ങനെ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത്
പാരൻസിന് ഒരു 1500 രൂപ കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. 1500 ഓർ ആക്ച്വൽ ഇൻകം ഓഫ് ദി മൈനർ വിച്ച് എവർ ഇസ് ലെസ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എത്രയാണോ നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന ഇൻകം അതിലേതാണോ കുറവ്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈനർക്ക് ആകെയുള്ള ഇൻകം 1000 റുപ്യാണ്. അപ്പോൾ നമുക്ക് 1500 റുപ്യ കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പരമാവധി എത്ര കുറയ്ക്കാൻ പറ്റുള്ളൂ? 1000 രൂപ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് പരമാവധി 1500 റുപ്യ. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് കുറയ്ക്കണം. ഓക്കെ, സോ ഇങ്ങനെ റിലാക്സേഷനും ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ദെൻ മറ്റൊരു ടോപ്പിക്ക് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. തിയറിയൊക്കെ വരുമ്പോൾ നമുക്കെന്താണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കേണ്ട കാര്യമാണ് ഈ താഴെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ. വൈൽ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി ദി ഫോളോയിങ് ഷാൾ ആൾസോ ബി ഇൻക്ലൂഡ്. ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ടോട്ടൽ ഇൻകത്തിലേക്ക് വരും. അപ്പോൾ അതിനെയാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഷെയർ ഓഫ് ഇൻകം ഓഫ് AOP ഓർ BOI സെക്ഷൻ 67 പ്രകാരം, അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ അഥവാ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഇവരിനൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ഷെയർ ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിൽ ക്ലബ് ചെയ്യും. പിന്നെ ഡീംഡ് ഇൻകം. ഈ ഡീംഡ് ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഇതൊക്കെയാണ്: അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് മണി, എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി. ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഒരു എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ട് സോഴ്സും കാര്യങ്ങളൊന്നും പറയാതെ വെളിപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്താണ്, അതൊക്കെ ഡീംഡ് ഇൻകം ആയിട്ട് പരിഗണിക്കും. അതൊക്കെ എന്താണ് ആ ഒരു വ്യക്തിയിലേക്ക് വീണ്ടും അതാണ് ക്ലബ് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനൊക്കെ സ്പെഷ്യൽ റേറ്റാണ്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊക്കെ എന്താണ് ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇൻകം ഈ പറഞ്ഞിരിക്കുന്ന ഇൻകമൊക്കെ ഏൺ ചെയ്യാൻ എന്തെങ്കിലും എക്സ്പെൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് കുറയ്ക്കാനും പറ്റില്ല. അതാണ് നോ എക്സ്പെൻഡിച്ചർ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാധാരണഗതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് അതർ സോഴ്സിലാണ് സാധാരണ കാണിക്കാറ്. ഓക്കെ, സോ ഇതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നൊരു ഭാഗം.